നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 റിസൾട്ട് വന്നു. +1 ഇമ്പ്രൂവ്മെന്റിൽ നമുക്ക് ആദ്യം ഈ മാർക്കുകളൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ഭയങ്കര അതിശയമാണ്. ഈ മാർക്ക് ഞങ്ങൾ ജയിച്ചോ? പലർക്കും മാർക്ക് നോക്കുമ്പോൾ ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഉദാഹരണം, ടി എന്ന് പറയുന്നതാണ് നമ്മുടെ തിയറിയുടെ മാർക്ക്. തിയറിക്ക് നിങ്ങൾ 18 മാർക്ക് ജയിച്ചിട്ടുണ്ടോ നിങ്ങൾ ആദ്യം നോക്കുക. 18 മാർക്കിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഫെയിലായി, 18 മാർക്കിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ളതാണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനും ഒക്കെ അങ്ങനെയാണ്. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജിനും ഒക്കെ 24 മാർക്കാണ് ജയിക്കാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ടി ആണ് നോക്കേണ്ടത്. തിയറിയുടെ പേപ്പറാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് 3 സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, 3 സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മൾ ഈ മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അന്നേരം രക്ഷാർത്ഥക്കാരും കുട്ടികളും പറയും നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം. ഉറപ്പായിട്ടും ഞാൻ റീവാലുവേഷൻ ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ, കോളേജിലും സ്കൂളിലും പഠിപ്പിച്ച അധ്യാപന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, റീവാലുവേഷൻ 99% മാർക്കിന് വ്യത്യാസമില്ല, നോ വേരിയേഷൻ എന്ന് പറഞ്ഞായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. കാരണം അധ്യാപകർ തന്നെ നോക്കുന്നു, ഇത്ര മാർക്കിൽ കൂടുതലൊക്കെ വലിയ വളരെ 1% ചാൻസേ ഉള്ളൂ റീവാലുവേഷൻ മാർക്ക് കിട്ടാൻ, ഉറപ്പായിട്ട്. കാരണം അതങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. പക്ഷേ നിങ്ങൾ അതിനെക്കാട്ടി നല്ലൊരു ചാൻസ് റീവാലുവേഷൻ കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നിരുത്സാഹപ്പെടുത്തുമല്ല, കൊടുത്തേക്കുക. രണ്ടാമതൊരു ഓപ്ഷൻ നിങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് ഫോട്ടോ കോപ്പി, നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ അതേ കോപ്പി നമ്മുടെ കയ്യിലോട്ട് തരുമല്ലോ. അന്നേരം നമുക്കറിയാമല്ലോ എവിടെയൊക്കെ നമുക്ക് മാർക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഹയർ സെക്കൻഡറി ബോർഡിൽ ചെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ അത് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് അർഹമായ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതല്ലേ ഏറ്റവും ബെസ്റ്റ്. ഫോട്ടോ കോപ്പിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് റീവാലുവേഷനെ കാട്ടി. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയതും അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ആ രീതിയിൽ എന്തായാലും ശ്രമിക്കുക. മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കുട്ടികളൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കാം. ചാനൽ ഫോളോ ചെയ്യുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും മടിക്കാതിരിക്കുക. ഇതുപോലുള്ള 100% ഇൻഫർമേഷൻസ് അടങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നെവർ എവർ ഗിവ് അപ്പ്.